വിദേശത്തേക്ക് പോകുന്ന ഒരാൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിനിമം നിങ്ങൾ ഒരു 5 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ തന്നെയാണ്. നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്, ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് പ്രോപ്പർ ശ്രദ്ധിക്കുക, ബാഗേജ് ഇൻക്ലൂഷൻ ഉണ്ടാകുന്ന നോക്കുക. ഫ്ലൈറ്റ് ഒരു ലോങ് ഫ്ലൈറ്റ് ആണ്, അതിനകത്ത് മീല് പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്ന നോക്കുക. അതിന് മീൽ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് മീല് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിൻ്റെ ഒരു 5 ഇരട്ടി കോസ്റ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തൊരു കേസ് വരുന്നത് അക്കോമഡേഷൻ പാർട്ടാണ്. ഈ ഹോട്ടലിൻ്റെ റിവ്യൂസ് നിങ്ങൾ ഗൂഗിളിലെല്ലാം കയറി കറക്റ്റ് സെർച്ച് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 months റിവ്യൂ നിങ്ങളൊന്ന് വായിച്ചു പോകും. മൂന്നാമത്തെ കാര്യം നമ്മുടെ മീൽ പ്ലാൻ ആണ്. ഇപ്പം നിങ്ങൾ മാൽദീവ്സ് ആണ് പോകുന്നത്, മീൽ പ്ലാൻ ഒന്നും ഇല്ലാണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മിനറൽ വാട്ടർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു 500 രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അതിനകത്ത് ആക്ടിവിറ്റികൾ എന്തൊക്കെ, ആ ആക്ടിവിറ്റിയുടെ എൻട്രി ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ തായ്ലൻഡാണ് പോകണമെങ്കിൽ തായ്ലൻഡിൽ നൂങ്നൂച്ച് ഗാർഡൻ ഉണ്ട്. നൂങ്നൂച്ച് ഗാർഡനിൽ 3 ടൈപ്പ് ടിക്കറ്റ് ഉള്ളത്. ഒന്ന്, നമുക്ക് അവിടെ എൻട്രി ചെയ്യാം, ഫുഡ് അടക്കമുള്ള ഒരു ടിക്കറ്റ് ഉണ്ട്, ലഞ്ച് അടക്കമുള്ള ടിക്കറ്റ് ഉണ്ട്. 2 ഷോ അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് എലിഫന്റ് ഷോ നിങ്ങൾ കമ്പൽസറി കണ്ടിരിക്കേണ്ട ഒരു ഷോ ആണ്. അപ്പോൾ എലിഫന്റ് ഷോയുടെ ടിക്കറ്റ് സെപ്പറേറ്റ് ഇതാണ്. ഇനി വേറൊരു ടിക്കറ്റ് ഉള്ളത് 700 ഏക്കറിന്റെ ലാൻഡാണ് അതുള്ളത്. ഈ 700 ഏക്കർ അത്യാവശ്യം ചൂടുള്ള സമയത്ത് നടന്ന് കാണാന്ന് പറഞ്ഞാൽ പാടായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്കൊരു ട്രാം ഉണ്ട്, ട്രാമിന്റെ ടിക്കറ്റ് ഉണ്ട്. ട്രാമിന്റെ ടിക്കറ്റ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കുമ്പോൾ 300 തായ്പാത്ത് വരും. അപ്പൊ എൻട്രി ടിക്കറ്റ്സിൽ ഓൾ ഇൻക്ലൂസീവ് ടിക്കറ്റ് ആണെന്ന് നോക്കുക. ഇൻക്ലൂഷൻസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ 5ാമത്തെ കേസ്, നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഏത് കറൻസി നമ്മൾ കൊണ്ടുപോകണം. പല രാജ്യങ്ങളിലും അവിടുത്തെ ലോക്കൽ കറൻസിയാണ് എപ്പോഴും നമുക്ക് അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കറൻസി നമ്മൾ എത്ര കരുതണം, അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് നമ്മൾ ഏകദേശം ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ആവശ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കറൻസി കൊണ്ട് കരുതി കഴിഞ്ഞാൽ ഈ ഒരു 5 കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾ പോയിട്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വലിയതായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.